സാമ്രാജ്യത്വത്തിനും ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയ്ക്കുമെതിരെ കേരളീയർ നടത്തിയ ധീരോദാത്തമായ സമരം പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരയ്ക്കാർ മുതൽ ഫ്രഞ്ച് അധീനതയിലുള്ള മയ്യഴിയിലെ പോരാളികൾ വരെ നീളുന്നു. സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ദേശീയ സ്വാതന്ത്ര്യസമരവും ജന്മിത്വത്തിനെതിരെയുള്ള കർഷക സമരവും നാടുവാഴിത്വത്തിനെതിരെയുള്ള ഉത്തരവാദ ഭരണ പ്രക്ഷോഭവും ജാതിവ്യവസ്ഥയ്ക്കെതിരെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവും പൗരാവകാശ പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യസമരമെന്ന മഹാസാഗരത്തിലേക്കൊഴുകിയെത്തിയ മഹാനദികളായിരുന്നു. അവയിലോരോന്നിലും കേരളത്തിലെ ഓരോ പ്രദേശവും അതിൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവയെക്കുറിച്ചുള്ള ഹ്രസ്വമായ അവതരണമാണ് ഇവിടെ നൽകുന്നത്. കേരളത്തിലെ പ്രകൃതി മനോഹരമായ ജില്ലകളിലൊന്നാണ് വയനാട്. 1980 നവംബർ 1 വയനാട് ജില്ല നിലവിൽ വരുന്നത്. വടക്കൻ കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്തായി പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററിനും 2100 മീറ്ററിനും ഇടയിലുള്ള ഉയരത്തിൽ ഈ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. സംരക്ഷിത വനപ്രദേശങ്ങൾ നല്ല തോതിലുള്ള വയനാട് ജൈവ വൈവിധ്യത്തിന്റെ പറുദീസയാണ്. നെൽവയലുകളുടെ നാട് എന്നർത്ഥം വരുന്ന വയൽ നാട്ടിൽ നിന്നാണ് വയനാട് എന്ന പേരുണ്ടായത്. കാപ്പി, കുരുമുളക്, തേയില, ഇഞ്ചി തുടങ്ങിയ നാണ്യവിളകൾ വലിയ തോതിൽ കൃഷി ചെയ്യുന്നതാണ് ഈ ജില്ല. കുറിച്യ, കുറുമ, പണിയ തുടങ്ങിയ ആദിവാസി ജനവിഭാഗങ്ങളുടെ സാന്നിധ്യവും വയനാടിന്റെ പ്രത്യേകതയാണ്. ക്രിസ്തുവിന് 10 നൂറ്റാണ്ടോളം മുൻപ് തന്നെ വയനാട്ടിൽ മനുഷ്യവാസമുണ്ടായിരുന്നതായി പുരാവസ്തുക്കളും ശിലാലിഖിതങ്ങളും ഗുഹാചിത്രങ്ങളുമൊക്കെ വെളിപ്പെടുത്തുന്നു. പുരാതന കാലത്ത് വേട രാജവംശത്തിൽപ്പെട്ടവരാണ് വയനാട് ഭരിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ആയിരത്തി 1773 ഹൈദരാലിയും 1786 ടിപ്പു സുൽത്താനും വയനാടിനെ അധീനതയിലാക്കാൻ പടനീക്കം നടത്തി. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തോടെയാണ് വയനാട് കോട്ടയം രാജവംശത്തിന് കീഴിലാകുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജവംശത്തിന്റെ ചുമതലയേൽക്കുന്നതോടെയാണ് വയനാട്ടിൽ ശക്തമായ ഒരു നേതൃത്വം രൂപപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അധിനിവേശത്തിനെതിരെ വയനാട്ടിൽ നടന്ന പോരാട്ടങ്ങൾ രാജ്യത്തെ മറ്റിടങ്ങളിൽ നടന്നവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പഴശ്ശി രാജ അനേകം ജനസമൂഹം കേട്ട തലമുറകൾ അയവിറക്കുന്ന ഒരു പേരാണ് പഴശ്ശിരാജ. ഒരു കുറുകിയ മനുഷ്യൻ, മുഖം മുഴുവൻ താടി, ഒരു ചുവന്ന തൊപ്പി തലയിൽ വെച്ചിരിക്കുന്നു. അതുപോലെ മുട്ടോളം മറയുന്ന ഒരു മുണ്ട് ഉടുത്തിരിക്കുന്നു എന്ന്
വൈസ്രോയിയുടെ ഉപദേശകന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴശ്ശിരാജ ഒരു രാജാവല്ല, ഒരു യുവരാജാവ് മാത്രമായിരുന്നു. ഒരു ഡൈനാസ്റ്റിയിലെ, ചെറിയ ഡൈനാസ്റ്റിയിലെ ഒരു യുവരാജാവിനെ ഇന്നും വാസ്തവത്തിൽ 210 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മുടെ സമൂഹം നിലനിർത്തുകയാണ്. ആ സ്മരണയിൽ അനേകം പേർ പങ്കുകൊള്ളുകയും ചെയ്യുകയാണ്. കോട്ടയം ജില്ലയിലെ പഴശ്ശി താവഴിയിലെ ഒരു യുവരാജാവായ പഴശ്ശിരാജ ഒരുപക്ഷെ 12 കൊല്ലത്തോളം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നിരന്തരം സമരം ചെയ്തു. ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ പഴശ്ശിയുടെ നേതൃത്വത്തിൽ 1793 തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ആവേശോജ്വലമായ ചരിത്രമാണ് വയനാടിന് പറയാനുള്ളത്. 12 വർഷത്തോളം നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു ഇത്. അധീശത്വത്തിനും അന്യായമായ കരം പിരിവിനുമെതിരെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരോട് നടന്ന ഏറ്റവും ശ്രദ്ധേയവും ശക്തവുമായ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ചത് കേരള സിംഹം എന്നറിയപ്പെടുന്ന വീര കേരളവർമ്മ പഴശ്ശിരാജ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. 1790 പഴശ്ശിരാജ കോട്ടയത്തിന്റെ അധികാരമേറ്റെടുത്തു. ടിപ്പുവിന്റെ മലബാറിലെ പടയോട്ടം ഭയന്ന് മലബാറിലെ പല നാട്ടുരാജാക്കന്മാരും പലായനം ചെയ്തു. എന്നാൽ ഇതേ വർഷം പഴശ്ശി ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ടിപ്പുവിനെ തുരത്തിയൊഴിച്ചു. തെക്കൻ പ്രദേശങ്ങളിലുള്ള വേണാട്, വെമ്പലിനാട്, ഏറനാട്, വള്ളുവനാട് മുതലായവരൊക്കെ ഈ വിദേശ ശക്തിക്ക് കീഴടങ്ങി കൊടുക്കുക തന്നെയാണ് ചെയ്തത്. എന്നാൽ വടക്കൻ കേരളത്തിലേക്ക് വന്നപ്പോൾ ഈ പ്രകൃതം മാറുകയും നാട്ടുപ്രമാണിമാർ, രാജകുടുംബങ്ങൾ, പരമ്പരാഗതങ്ങളായ രാജകുടുംബങ്ങൾ എന്നിവ ഈ വിദേശ ശക്തികൾക്കെതിരായിട്ട് ശബ്ദമുയർത്തി ആദ്യം, പിന്നീട് അവർക്കെതിരെ ആയുധമെടുത്ത് പോരാടാനുള്ള തയ്യാറെടുപ്പും നടത്തുകയുണ്ടായി. അക്കൂട്ടത്തിൽ എന്തുകൊണ്ടും ലോകപ്രസിദ്ധനായത്, പേരെടുത്ത് പറയാൻ കഴിയുന്നത് കേരളവർമ്മ പഴശ്ശിരാജാവാണ്. അദ്ദേഹം പരമ്പരാഗതമായ ഒരു കുടുംബത്തിലെ മഹാപണ്ഡിതന്മാരും മഹാസിദ്ധന്മാരും മഹാവീരന്മാരും ആയ രാജാക്കന്മാരുടെ ഒരു കുടുംബമാണ് പഴശ്ശി കുടുംബം. അവരിൽ ഈ കാലത്തേക്ക് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തേക്ക് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തേക്ക് നിലനിന്ന ആ ശാഖയുടെ ഒരു പ്രധാന വീരനായിരുന്നു, പോർവീരനും കൂടിയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. 1793 1797 ഇടയിൽ നടന്ന പോരാട്ടങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവം എന്നറിയപ്പെടുന്നു. മലബാറിലെ രാജാക്കന്മാരുടെ പിന്തുണയോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയെ നേരിട്ടപ്പോൾ നികുതി പിരിവുകൊണ്ട് പൊറുതിമുട്ടിയ അനേകം കർഷകർ പഴശ്ശിക്ക് തുണയായി. കോട്ടയം രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരിടത്തും കുറുമ്പ്രനാട്ട് രാജാവ് മുഖേനയുള്ള ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവ് അനുവദിക്കാതെ പഴശ്ശിയും കൂട്ടരും പോരാട്ടം നടത്തി. ഇതിനിടെ തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ ബ്രിട്ടീഷ് പടയിൽ നിന്നും രക്ഷ നേടാൻ 1796 ഏപ്രിലിൽ പഴശ്ശിക്കും കൂട്ടർക്കും വയനാട്ടിലെ കാടുകളിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നു. അത് നമ്മളെ കണ്ണവ് എന്ന് വെച്ചാൽ ഇവിടുന്ന് തൊടികൾ ക്ഷേത്രം 1.5 കിലോമീറ്റർ ദൂരമുള്ള ചെറു ഒരു ഗ്രാമമാണ്. അവിടെയായിരുന്നു അന്ന് ബ്രിട്ടീഷ് പട്ടാളം താമസിച്ചിരുന്നത്. ആ ബ്രിട്ടീഷ് പട്ടാളം നമ്മളെ പഴശ്ശിയുടെ സൈന്യാധിപനായ കണ്ണവത്ത് നമ്പ്യാറ, അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒളിച്ച് താമസിക്കുമ്പോൾ അവിടുന്ന് പിടിക്കുകയും അന്ന് കണ്ണൂർ ടൗണിൽ കൊണ്ടുവന്നിട്ട്, അന്ന് ടൗണില്ല, അവിടെയുള്ള ഒരു മൈതാനി എന്ന് പോലത്തെ സ്ഥലത്ത് വെച്ചിട്ട് ഇവർ വലിയൊരു ആൽമരത്തിൻ്റെ ഉള്ളിൽ ഈ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനെയും കൂടി തൂക്കിലേറ്റിന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ തന്നെ ബ്രിട്ടീഷ് പട്ടാളം അന്ന് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണവത്ത് കാണാം. അത് ഇപ്പം പുതുക്കി പണിത് തൊട്ടിപ്പുറത്ത് നമ്മളെ സാധാരണയുള്ള ഒരു ബ്രിഡ്ജ് വന്നു. പക്ഷേ ഇന്നും മറ്റേ പഴയ പാലം ഇന്ന് 200ാം വാർഷികം ഇപ്പോൾ അടുത്ത് ആഘോഷിക്കപ്പെടുന്നതാണ്. അതിന്നും കണ്ണവത്തിലുണ്ട്. അതാണ് കണ്ണവത്തിലുള്ള ഇത്. പിന്നെ വെച്ചാൽ നമ്മളെ പഴശ്ശി തമ്പുരാനെ സഹായിച്ചത് കുറിച്ചിറ അപ്പം കുറിച്ചിറ ഈ കണ്ണവും കോളി എന്നൊക്കെ ഇഷ്ടംപോലെ ഇന്നും അവരെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. തൊടികളത്ത് മുഴുവൻ എല്ലാം തമ്പുരാനും ബ്രിട്ടീഷ് പട്ടാളം തമ്മിലുള്ള യുദ്ധം നടന്ന സ്ഥലമാണ്. പഴശ്ശീൻ്റെ യുദ്ധശിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ തൊടികളം. അങ്ങനെ തന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം നടന്നുകൊണ്ട്
കുറേ പരിക്കുകൾ നമ്മുടെ ക്ഷേത്രത്തിന് സംഭവിച്ചു. എന്ന് വെച്ചാൽ പണ്ട് കുളിപ്പുര ഉണ്ടായിരുന്നു, ഗോപുരം ഉണ്ടായിരുന്നു, കൊടിമരം, തന്നെ വാതിൽമാട്, ഇതൊക്കെ പഴശ്ശിയായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നശിപ്പിച്ചതാണെന്ന് അങ്ങനെയാണ് പറയുന്നത്. അത് 2 ദിവസം ഈ ക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം നടന്നെന്നും അത് 2 ബ്രിട്ടീഷ് ഓഫീസർമാരിൽ നിന്ന് കൊല്ലപ്പെട്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ആ ഘട്ടത്തിയേരം തമ്പുരാൻ അവിടുന്ന് ഒഴിവാകുന്നതാണ്. എന്ന് വെച്ചാൽ ക്ഷേത്രം അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറി താമസിക്കുന്നത്, അല്ലാണ്ട് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടല്ല പോകുന്നത്, മറ്റൊരു കത്ത് കോലത്തിരിക്ക് കൊടുക്കുന്നുണ്ടാണ്. അതാണ് ഒരു തെളിവുള്ളത്. അതിന് ഇതിൻ്റെ തൊട്ട് പുറകുവശത്തിൽ ഒരു 3 മുറിയുള്ള വീടുണ്ടായിരുന്നു, ഒരു നായർ അതെ, അവിടെയാണ് അദ്ദേഹം ഒളിച്ച് താമസിക്കുന്നത്. 200ഓളം നായർ പട്ടാളും പഴശ്ശിയും ഒളിച്ച് താമസിച്ച സ്ഥലമായിരുന്നു. ഇതിന് തൊട്ട് ബാക്കിലാണ്. ഇപ്പം ആ വീടൊന്നുമില്ല, പക്ഷേ അന്ന് അദ്ദേഹം ഉപയോഗിച്ച നല്ലൊരു കിണറുണ്ട്, നല്ല കെട്ടിയാണ്. ഈ നെല്ലിപ്പടയൊക്കെ ഉള്ള ഒരു ഇതാണ്. സാധാരണ നമ്മൾ നെല്ലിപ്പട എന്ന് പറയുന്നത് അടിയിലുള്ള പടയല്ല, ഇതെന്ന് വെച്ചാൽ നെല്ലി മരത്തിനെ കൊണ്ട് ഒരു നമ്മളെ വണ്ടീൻ്റെ കാളേൻ്റെ വണ്ടിച്ചക്രം പോലെ ഇങ്ങനെ അടിയിലുണ്ടാവും. ആ നെല്ലി എന്ന് വെച്ചാൽ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ വളരെ പറ്റാത്തൊരു കിണർ ഇപ്പോൾ ഇന്ന് നമ്മൾ തൊടികൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. തൊടികൾ തന്നെ ചുമർ ചിത്രങ്ങളാണ്. അത് നാച്ചുറൽ കളറുള്ള ചുമർ ചിത്രങ്ങൾ. അത് 100-500 വർഷം മുന്നേ വരച്ച ചിത്രങ്ങളെ ഇന്നും ഇഷ്ടംപോലെ വിദേശികളും സ്വദേശികളായ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വരുന്നൊരു സ്ഥലമാണ് ഈ തൊടികൾ ശിവക്ഷേത്രം. അസ്ത്രകലയിൽ നിപുണരായ കുറിച്യരുടെയും കുറുമന്മാരുടെയും സഹായത്തോടെ അദ്ദേഹം ഗൊറില്ല യുദ്ധം തുടർന്നു. മാർച്ച് 1797 പഴശ്ശിയുടെ പോരാളികൾ പെരിയ ചുരത്തിൽ വെച്ച് 3 ദിവസത്തെ തുടർച്ചയായ യുദ്ധത്തിനൊടുവിൽ ബ്രിട്ടീഷ് പടയെ തോൽപ്പിച്ചോടിച്ചു. ഒടുവിൽ ബ്രിട്ടീഷുകാർ പഴശ്ശിയുമായി സന്ധിയിലേർപ്പെടാൻ നിർബന്ധിതരായി. 1797 ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് വിരാമമായി. ഒരവസരം ബ്രിട്ടീഷുകാർ ചോദിച്ചു, ഇവരുടെ സൈന്യം എങ്ങനെയാണ്, ഇവരുടെ ഭക്ഷണം എങ്ങനെയാണ്, ഇവരുടെ ആയുധം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴുള്ള ഒരു റിപ്പോർട്ട് രേഖകളിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അവരുടെ സൈന്യം ജനകീയ സൈന്യമാണ്. ഓരോ വീടും ഒരു സൈനിക ക്യാമ്പ് പോലെയായിരുന്നു. അവരുടെ ഭക്ഷണം കാർഷികമായിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. അതുപോലെ തന്നെയായിരുന്നു അവരുടെ ആയുധങ്ങൾ. നാടൻ കൊല്ലന്മാരും കാർഷിക ആയുധങ്ങളും അടക്കമുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ പടവെട്ടിയത്. നമ്മൾ ഇതിന് സമാനമായ ഒരു യുദ്ധം പിന്നീട് കാണുന്നത് ചൈനയിലെ ലോങ് മാർച്ച് സമയത്തുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ് കാണുന്നത്. അതുപോലെ 12 കൊല്ലം ഈ സമരം കത്തിജ്വലിക്കുകയും ഇതിൻ്റെ രേഖകൾ മദ്രാസിലും ന്യൂഡൽഹിയിലും കൽക്കത്തയിലും അതുപോലെ ഇന്ത്യ ഓഫീസ് ലൈബ്രറിയിലുമായി ആയിരക്കണക്കിൽ പേജുകൾ കൊട്ടിയോട്ട് റെബലിയൻ എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ മിലിറ്ററി കൺസൾട്ടേഷൻസ് പറയുകയാണ്. ആ മിലിറ്ററി കൺസൾട്ടേഷൻസ് പഴശ്ശിയുടെ ശക്തിയെപ്പറ്റി നമുക്ക് ഒരു വലിയ അനുഭവം തന്നെ തരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പഴശ്ശി സമരം അടിച്ചമർത്താതെ ദക്ഷിണേന്ത്യയിൽ സമാധാനം സ്ഥാപിക്കുവാൻ കഴിയുകയില്ല എന്ന് വൈസ്രോയ് ലോർഡ് മോണിങ്ടൺ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏതാണ്ട് 1796 മുതൽ 1804 വരെയുള്ള കാലഘട്ടത്തിലെ രേഖകളാണ് തലശ്ശേരി രേഖകൾ എന്നറിയപ്പെടുന്നത്. അതിൽ മലബാറിലെ വിവിധ നാട്ടുരാജാക്കന്മാരും കമ്പനി അധികാരികളും തമ്മിലും സാധാരണ ജനങ്ങളും കമ്പനിയും തമ്മിലും ഒക്കെ നടത്തിയിരുന്ന വിവിധ തരത്തിലുള്ള കത്തിടപാടുകളുടെ ഒരു ശേഖരമാണ് ഇത്. ഇതില് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ചരിത്ര രേഖകളിൽ നിന്ന്, രേഖാശേഖരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു സമരത്തെക്കുറിച്ച്, ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ, അതിലൂടെ പുതിയ ചരിത്രം നിർമ്മിച്ചെടുക്കാൻ തലശ്ശേരി രേഖകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1993 ആണ് തലശ്ശേരി രേഖകൾ എന്ന് പറയുന്ന രേഖാശേഖരവുമായി എനിക്ക് ബന്ധമുണ്ട്. ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ സ്കറിയ സക്കറിയ കണ്ടെത്തി കേരളത്തിൽ എത്തിച്ച രേഖാശേഖരമാണ് തലശ്ശേരി രേഖ. ഇത് ഗുണ്ടത്ത് നിഘണ്ടു നിർമ്മാണത്തിന് വേണ്ടി ശേഖരിക്കുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ശേഖരിക്കുകയും അത് അതിൻ്റെ നിഘണ്ടുവിൻ്റെ മിനുക്കുപണികൾക്ക് വേണ്ടി ജർമ്മനിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത രേഖകളാണ്. ഇത് കണ്ടെത്തി വരുന്നത് വരെ കേരള ചരിത്രത്തിലെ
പഴശ്ശി രാജാവിൻ്റെ ഉൾപ്പെടെയുള്ള ചരിത്ര പാഠങ്ങളിൽ നിലനിന്നിരുന്ന ചില ധാരണകളെ മാറ്റിയെടുത്ത് സഹായിച്ചിട്ടുണ്ട്. കൊളോണിയൽ ഭരണകാലത്തെ മലബാറിന്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കാരണം ഒരിടത്ത് മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അതേസമയം തന്നെ അതിൽ നിന്ന് അവർ പിന്മാറി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടം. ഇത് രണ്ടും മലബാറിലെ നികുതി പിരിവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. മൈസൂർ സുൽത്താൻമാര് കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചതെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് ഏറ്റെടുക്കുന്നതോടുകൂടി രാജാക്കന്മാർ മൊത്തമായി നികുതി പിരിച്ച് അവർ പറയുന്ന ഒരു തുക കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും മലബാറിലെ മിക്ക രാജാക്കന്മാരും വലിയ തുക പിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവരുടെ ടാക്സ് കളക്ട് ചെയ്യുന്ന ആളുകൾ കൂടുതൽ തുക പിരിക്കുകയും കമ്പനിക്ക് ആവശ്യമായത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ചും പഴശ്ശി ഇത്തരം ഒരു നികുതി വ്യവസ്ഥയോട് കലഹിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കണ്ണിൽ കരടായി മാറുകയാണ് പഴശ്ശിരാജ. അതേ തുടർന്ന് ഏതാണ്ട് 1796 നടക്കുന്ന ഒരു എക്സ്പെഡീഷൻ പഴശ്ശിയുടെ പടിഞ്ഞാറെ കോവിലകം കൊട്ടാരത്തിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തുന്ന ഒരു സൈന്യ നീക്കമാണ് പിന്നീട് ഇത്തരം ഒരു വലിയ സമരത്തിന്റെ അല്ലെങ്കിൽ കലാപത്തിന്റെ കാരണമായി മാറുന്നത്. പഴശ്ശി മടത്തള കാടുകളിലേക്ക് മാറുകയാണ്. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം വയനാടൻ കാടുകളിലേക്ക് കയറുന്നു. വയനാട്ടിലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ഇപ്പൊ നമ്മുടെ വയനാട്ടിലുള്ള ആളുകളുടെ മനസ്സിൽ പഴശ്ശിയുടെ അക്കാലത്ത് ഉണ്ടായിരുന്ന സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള അനുസ്മരണങ്ങൾ. അപ്പൊ പഴശ്ശി ഇങ്ങനെ പല സ്ഥലത്ത് സഞ്ചരിക്കുകയാണ്. പഴശ്ശിയുടെ സമരത്തെ സംബന്ധിച്ച് അതുവരെയുള്ള രേഖകളിൽ കൂടുതൽ ഉയർത്തിപ്പിടിക്കാത്ത ഒരു കാരണം നമ്മൾ ഈ രേഖകളുടെ കണ്ടെത്തലോടുകൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന്, പഴശ്ശി കോവിലകത്ത് നടക്കുന്ന ഈ കൊള്ളയാണ്, അല്ലെങ്കിൽ പഴശ്ശി രാജാവിനെ പിടിക്കാനുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുന്നേറ്റങ്ങളാണ് ഇതൊരു വലിയ കലാപമായി പിന്നീട് മാറുന്നത് എന്ന് പറയുന്നു. താമരശ്ശേരി ചുരം വഴി മൈസൂരിലെത്തി ടിപ്പു സുൽത്താനെതിരെ പോരാട്ടം നടത്താൻ പറ്റിയ തന്ത്രപ്രധാനമായ സ്ഥലം എന്ന നിലയിലാണ് ബ്രിട്ടീഷുകാർ വയനാടിനെ ആദ്യമായി നോട്ടമിടുന്നത്. എന്നാൽ ടിപ്പുവിന്റെ പതനശേഷം വയനാട്ടിലെ പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്യുക, വലിയ തോതിൽ നികുതി പിരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് അവർക്കുണ്ടായത്. ദേശവാഴികളും അവരുടെ കീഴിൽ ജോലി ചെയ്തിരുന്നവരും ഒരുപോലെ ഈ ചൂഷണത്തിന് വിധേയരായി. ബ്രിട്ടീഷുകാർ ഭൂമി കൈവശപ്പെടുത്തി തോട്ടം കൃഷിയിൽ ഉൾപ്പെടെ തിരിയുകയും ചെയ്തു. കാപ്പിയും തേയിലയും മറ്റും വ്യാപകമായതോടെ ധാന്യങ്ങളും ചെറുധാന്യങ്ങളും കിഴങ്ങുകളുമൊക്കെ കൃഷി ചെയ്തിരുന്ന വയനാട്ടിലെ കാർഷിക മേഖലയിൽ പരിവർത്തനമുണ്ടായി. അങ്ങനെ മനുഷ്യനും മണ്ണും പ്രകൃതി സമ്പത്തും ഒരുപോലെ ചൂഷണം ചെയ്യപ്പെട്ടു. 1800-ാം ആണ്ടിൽ പഴശ്ശി കലാപത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ശ്രീരംഗം ഉടമ്പടിയുടെ ബലത്തിൽ വയനാട് കീഴടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കമാണ് 2ാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത്. തന്റെ സൈന്യത്തിലെ പ്രധാന വിഭാഗമായിരുന്ന കുറിച്യരുടെയും കുറുമരുടെയും നായന്മാരുടെയും സഹായത്തോടെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരുടെ ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അന്തിമ പോരാട്ടത്തിനൊരുങ്ങിയ പഴശ്ശി രാജാവിനെ കേണൽ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം തുടർച്ചയായി പരാജയപ്പെടുത്തി. ഒടുവിൽ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ ഒളിയുദ്ധമറിയുന്ന കോൽക്കാർ എന്ന പ്രാദേശിക പോരാളികളുടെ സഹായത്തോടെ പഴശ്ശിയെ പുൽപ്പള്ളിയിൽ വെച്ച് ആക്രമിച്ചു. 1805 നവംബർ 30-ന് പുൽപ്പള്ളി മാവിലത്തോട് എന്ന സ്ഥലത്ത് ബാവലിയുടെ കരയിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചു. ബേബർ പഴശ്ശി രാജാവിന്റെ മൃതശരീരം സ്വന്തം പല്ലക്കിൽ കയറ്റി മാനന്തവാടിയിൽ കൊണ്ടുവന്ന് എല്ലാ ആചാരമര്യാദകളോടും കൂടി അദ്ദേഹത്തെ സംസ്കരിച്ചു. മുഖ്യ കളക്ടർക്ക് എഴുതിയ റിപ്പോർട്ടിൽ ബേബർ പഴശ്ശിയെ ഒരു വീരനായകനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നവംബർ 30-ന് മാവിലാത്തോടിൽ വെച്ച് പഴശ്ശി വധിക്കപ്പെടുകയുണ്ടായി. വധിക്കപ്പെട്ടു എന്ന് ബ്രിട്ടീഷ് രേഖകൾ വ്യക്തമാക്കുമ്പോൾ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഈ ലേഖകർ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ റിവോൾവർ ഉണ്ടായിരുന്നു. പിടിച്ചാൽ കണ്ടവത്ത് നമ്പ്യാരെ ചെയ്തതുപോലെ തന്നെയും തൂക്കുമരത്തിലേറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്തു എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. ഏറ്റവും വില്ലാളികളായ കുറിച്യ സമൂഹം അവർ ഉന്നം വെച്ച് അമ്പെയ്ത് വീഴ്ത്തുന്നതിൽ ഇന്നും
വളരെയധികം പ്രധാനികളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ആ പ്രധാനികളുടെ ഒരു പട തന്നെ കുറിച്യപ്പട. കുറിച്യര് അയിത്ത ജാതിക്കാരാണെങ്കിലും അവരെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ പഴശ്ശിക്ക് കഴിഞ്ഞു. ജാതിയില്ല, മതമില്ല, ആ നിലയിലുള്ള ഒരു സൈന്യമായിരുന്നു പഴശ്ശിയുടേത്. ടിപ്പുവിൻ്റെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട അനേകം സൈനികർ ഇതിൽ പങ്കെടുക്കുകയും പഴശ്ശിയോടൊപ്പം താമരശ്ശേരി ചുരത്തിലും മറ്റും പടപൊരുതുകയും ചെയ്തതായിട്ട് രേഖകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ പഴശ്ശിയുടെ സൈന്യം, കാലാൾപ്പട എന്ന് പറയുന്നതെല്ലാം തന്നെ ആദിവാസികളടക്കമുള്ള കുറിച്യരും അതുപോലെ കുറുബരും മറ്റുമായിരുന്നു. ഇവർ പുൽപ്പള്ളി അമ്പലത്തിൽ വെച്ച് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുകയും ആ സത്യപ്രതിജ്ഞ കാരണം പഴശ്ശിയോടൊത്ത് മരിക്കുവാൻ ഇവരെല്ലാം തയ്യാറാവുകയും ചെയ്ത കഥ ഞാനിവിടെ ഓർമ്മിച്ചു കൊള്ളുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സുവർണ വർഷം ആഘോഷിക്കുമ്പോൾ പഴശ്ശിയെപ്പോലുള്ളവരും അതുപോലെ തന്നെ ആദിവാസികളിലും നടത്തിയ സമരത്തിൻ്റെ കഥകൾ കൂടുതൽ വ്യക്തമായി ജനങ്ങളിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ടും സർവാദരണീയമാണ്. സ്പൈസസ് എന്ന് പറയുന്ന വിഭവങ്ങൾ, ആ വിഭവങ്ങൾക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ പാശ്ചാത്യർ പടിഞ്ഞാറ് കടൽക്കരയിൽ വരാൻ തുടങ്ങിയത്. അതിൻ്റെ ആസ്ഥാനം എന്ന നിലയ്ക്ക് വയനാട് ഇവരുടെ നോട്ടത്തിൽപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അവിടെ അവർ ധാരാളം ഭൂമി കൈവശപ്പെടുത്തുകയും അവിടെയൊക്കെ പലതരത്തിലുള്ള ഈ ദ്രവ്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ഏർപ്പാടുകൾ നടത്തുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ അവരുടെ കയ്യിൽ പെട്ട് കിടന്നു വളരെ കാലം. അവരെ കൂടാതെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ചില ദേശപ്രഭുക്കന്മാരായ ചില നാട്ടുപ്രമാണിമാർ, നായന്മാരും കുറുപ്പന്മാരും ഒക്കെ ആയിട്ടുള്ള ചില പ്രമാണിമാരുണ്ടായിരുന്നു. സമതലത്തിലെ രാജകുടുംബങ്ങളുടേതായ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് അവിടെ പ്രവർത്തിച്ചു വന്നു. അത് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ബത്തേരിയിലും ഒക്കെ അവരുടെ അനന്തര തലമുറകൾ ഇപ്പോഴുമുണ്ട്. ഇവരെയൊക്കെ കീഴടക്കിക്കൊണ്ടാണ് ഒരു പാശ്ചാത്യ അധിനിവേശവും പാശ്ചാത്യ രീതിയിലുള്ള കാർഷിക വൃത്തികളും വയനാട്ടിലേക്ക് കയറുന്നത്. അത് ഒരർത്ഥത്തിൽ മണ്ണിനെ ഒരു പ്രത്യേക തരത്തിൽ ഉപയോഗിച്ചുവെങ്കിലും അവിടുത്തെ അധികാരം മുഴുവൻ ഒരു അന്യ ശക്തിക്ക് ആയിപ്പോയി. പക്ഷേ അത് തിരിച്ചറിയാനോ അതിനെതിരെ പ്രവർത്തിക്കാനോ ഉള്ള ശക്തിയോ കരുത്തോ അവിടുത്തെ നാട്ടുപ്രമാണിമാർക്കുണ്ടായിരുന്നില്ല. നാട്ടുപ്രമാണിമാരുടെ തൊഴിലാളികളായിട്ടും മറ്റും അവിടെ ഉണ്ടായിരുന്ന സാമാന്യ ജനങ്ങൾ എന്നത് കുറിച്യരും പണിയരും മറ്റുമായ കാട്ടുജാതിക്കാരുമാണ്. അവരെ കൊണ്ട് സാധിക്കാത്ത ഒരു പ്രവൃത്തിയാണ് ഈ അധിനിവേശത്തെ ചെറുക്കുക എന്നത്. അധിനിവേശത്തിൻ്റെ കാലത്ത് അതിനെതിരെ സമതലത്തിലെ നാട്ടുപ്രഭുക്കന്മാരിൽ പലരും ശബ്ദമുയർത്തുകയുണ്ടായി. ശബ്ദമുയർത്തുക മാത്രമല്ല, സാധിക്കുന്നിടത്തോളം കൈ ഉയർത്തുകയും ചെയ്തു. ആയുധപ്രയോഗം കൊണ്ട് ഈ വിദേശ ശക്തികളെ തോൽപ്പിച്ചോടിക്കാൻ ഉള്ള ചില ശ്രമങ്ങൾ അവിടെയായി നടന്നു. വടക്കൻ കേരളത്തിൽ കാര്യമായിട്ട് പഴശ്ശി രാജകുടുംബം ആണ് ഈ നിലയിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം ആദ്യം ചെറുത്തുനിന്നു. പക്ഷേ ചെറുത്തുനിൽപ്പ് ഫ്രഞ്ചുകാരോടും ഇംഗ്ലീഷുകാരോടും ചെറുത്തു നിൽക്കുക എന്നത് ഒരു നാട്ടു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അസാധ്യം തന്നെയാണ്. കാരണം മറ്റൊരു തരത്തിൽ കൂടുതൽ പ്രമുഖമായ ആയുധങ്ങളും പ്രബലമായ ആയുധവിദ്യയും എല്ലാം കൊണ്ടാണ് ഈ പാശ്ചാത്യർ വന്നത്. ആ നിലയ്ക്ക് അവർക്കെതിരെ നിൽക്കുക എന്നത് വിഷമം പിടിച്ച കാര്യമാണ്. ഒരു ഘട്ടത്തിൽ പഴശ്ശിരാജാവിന്
തൻ്റെ നാട് വിട്ട് വയനാടൻ പ്രദേശങ്ങളിലേക്ക് കയറി ഒളിച്ചു താമസിക്കേണ്ട ആവശ്യം പോലും വന്നു. അങ്ങനെ താമസിക്കുന്ന കാലത്താണ് പഴശ്ശിരാജാവ് അവിടെ മാനന്തവാടിക്കടുത്തുള്ള കുറിച്യരെയും പണിയരെയും എല്ലാം യോജിപ്പിച്ച് അവരെ ഈ വിദേശ ശക്തികൾക്കെതിരായിട്ട് അണിനിരത്തിയത്. ആ അണിനിരത്തലിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് പഴശ്ശിരാജാവ് തന്നെയും ഇവരെ യുദ്ധം അഭ്യസിപ്പിക്കുകയും തോക്കും മറ്റും പ്രയോഗിക്കാനുള്ള വിദ്യ അഭ്യസിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. വയനാട്ടിലെ ആദിവാസികളുടെ ഇടയിൽ ഈ ദേശാഭിമാനം എന്നൊക്കെ നാം പറയുന്ന ആ വികാരത്തിൻ്റെ ആദ്യത്തെ അലകൾ ഉയർത്തിവിട്ടത് പഴശ്ശിരാജാവാണ്. ആ നിലയ്ക്ക് ഒരു ആശയസ്ഥാപകൻ എന്ന നിലയിലും ഒരു പ്രതിരോധ പോരാളി എന്ന നിലയിലും ആ കാലത്തെ സാമാന്യ നില വെച്ച് നോക്കിയാൽ അഭിമാനാർഹമായ ചില പ്രവൃത്തികളാണ് പഴശ്ശി തമ്പുരാൻ അവിടെ ചെയ്തു വെച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും വയനാട്ടിൽ പഴശ്ശിരാജാവിനെ കുറിച്ച് ഓർക്കുന്നവരും പഴശ്ശിരാജാവിൻ്റെ കുടുംബത്തിലേക്ക് അവരുടെ ഭക്തി സമർപ്പിക്കുന്നവരുമായ വളരെ വളരെ കുടുംബങ്ങൾ നിലനിന്ന് പോരുന്നത്. ആ നിലയ്ക്ക് വയനാടിൻ്റെ ഒരു ദേശാഭിമാനി എന്ന നിലയ്ക്ക് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷമായ ഈ കാലം ആസാദി കാ അമൃത മഹോത്സവ് എന്ന നിലയിൽ നാം കൊണ്ടാടുന്ന ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും ഓർമ്മിക്കാൻ അർഹനായ ഒരു വീര ദേശാഭിമാനിയായിരുന്നു പഴശ്ശി. പഴശ്ശിയുടെ ഏറ്റവും പ്രമാണപ്പെട്ട പോർ നിലങ്ങളിൽ ഒന്ന് വയനാടായിരുന്നു. പല മുഖങ്ങളുള്ള ഒരു സ്ട്രഗിൾ സ്ട്രാറ്റജിയാണ് പഴശ്ശി ആവിഷ്കരിക്കുന്നത്. ഒരേ സമയത്ത് കമ്പനിക്കെതിരെ സംസാരിക്കുമ്പം പുറപ്പെടാണ്ട് വീരോർമ്മയ്ക്ക് എഴുതുന്ന ഒരു കത്തിൽ കമ്പനിക്കെതിരെ ശക്തമായി പറയുന്ന പഴശ്ശി രാജാവ്, അതേസമയം ഇംഗ്ലീഷുകാർക്ക് എഴുതുന്ന ഒരു കത്തിൽ ഇംഗ്ലീഷുകാർ ബുദ്ധിയുള്ളവരാണല്ലോ, നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ഇവിടെ ജീവിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സറണ്ടർ ചെയ്യുന്നത് കാണാം. ഇതിനെ വെച്ചിട്ടാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചിലർ ചോദ്യം ചെയ്യുന്നു. മറിച്ച് ഇത് അങ്ങനെ വിചാരിക്കേണ്ടതില്ല. കാരണം അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 200-250 വർഷം മുൻപ് നടക്കുന്ന ഒരു സമരത്തെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ഇത് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് സൗഹൃദത്തിലിരിക്കുമ്പോൾ ടിപ്പുവുമായി കലഹിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കലഹിക്കുമ്പോൾ ടിപ്പുവുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ടിപ്പു ആണ് പഴശ്ശിക്ക് പല ആയുധങ്ങളും കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആയുധം വാങ്ങാൻ പോകുന്നത് പലപ്പോഴും പള്ളൂറപ്പനാണ്. അല്ലെങ്കിൽ പള്ളൂറപ്പന്റെ അസാന്നിധ്യത്തിൽ പള്ളൂറപ്പൻ ഇംഗ്ലീഷ് കമ്പനിയുടെ ഭാഗത്തേക്ക് മാറുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ, നമുക്കൊക്കെ രേഖകളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, സന്ദർഭത്തിൽ എടച്ചേരം കുക്കനാണ് ഇതിനു വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു മൊണോലിത്തിക് ആയിട്ടുള്ള ഇങ്ങനെയാണ് പെരുമാറിയത് എന്ന് പറയുന്ന വളരെ വ്യവസ്ഥാപിതമായി സ്ട്രക്ചറലായി പെരുമാറുകയല്ല, മറിച്ച് പല തരത്തിൽ ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിക്കുന്ന, നാടിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു രാജാവിനെയാണ് പഴശ്ശി രാജയിൽ കാണുന്നത്. മാനന്തവാടിയിലെ പഴശ്ശി കുടീരവും മാവിലാത്തോട്ടിലെ പഴശ്ശി പാർക്കും ഇന്നും ഈ ധീരദേശാഭിമാനിയുടെ സ്മാരകങ്ങളായി നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഇത് പഴശ്ശി കുടീരം മ്യൂസിയമാണ്. ഇതിന് പ്രാധാന്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയ പഴശ്ശി രാജാവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലം. പിൽക്കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലം സന്ദർശിക്കാൻ ഇടയായി. അപ്പോൾ അതിന് ഈ ആളുകൾ വരുന്നതിന് അനുസരിച്ച് ഒരു വലിയ രീതിയിലുള്ള ഒരു മ്യൂസിയം പോലുള്ള സജ്ജീകരണങ്ങൾ നടപ്പിൽ വരുത്തുവാൻ പുരാവസ്തു വകുപ്പ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് പഴശ്ശി കുടീരത്തിനോടനുബന്ധിച്ച് ഒരു മിനി മ്യൂസിയം പുരാവസ്തു വകുപ്പ് രൂപകൽപ്പന ചെയ്തത്. 12 വർഷത്തോളമായി ഈ
മ്യൂസിയം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ മ്യൂസിയങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിലാണ്. മ്യൂസിയങ്ങളെ പൊതുവെ പറയാറ് തീമാറ്റിക് ആൻഡ് ഇൻട്രാക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പഴശ്ശിക്കുടൽ മ്യൂസിയത്തിൻ്റെ തീം വയനാടിൻ്റെ പൗരാണിക ചരിത്രം മുതൽ പഴശ്ശിരാജാവിൻ്റെ മരണം വരെയുള്ള ഒരു 4000 വർഷത്തെ ചരിത്രമാണ് ഇത് കവർ ചെയ്യുന്നത്. ഇൻട്രാക്റ്റീവ് എന്ന് പറയുന്നത് മ്യൂസിയങ്ങളെ ഇൻട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്ട്സുകൾ, ആർട്ടിഫാക്ട്സുകൾ, പ്രദർശന വസ്തുക്കൾ ഒരു സന്ദർശകരോട് സംവദിക്കുക. അപ്പോൾ ഈ മ്യൂസിയത്തിലെ ഉള്ള ഈ ഒരു തീമിനെ ഒരു 4 ഉപതീമായി 4 ഗ്യാലറികളായി സജ്ജീകരിച്ചിട്ടുണ്ട്. വരുന്ന പ്രവേശന കവാടത്തിൽ നമുക്ക് മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പഴശ്ശി ഗ്യാലറി ഉണ്ട്. അവിടെ പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരചരിത്രവും ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ രേഖകളുടെ പകർപ്പുകളാണ് പ്രദർശനം വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഗ്യാലറി തന്നെ പഴശ്ശി കാലഘട്ടത്തിലെ ഒരു വാളും പിന്നെ അതേപോലെ തന്നെ അമ്പും വില്ലും കുറിച്ചിറക്ക് ഉപയോഗിച്ചിരുന്ന ഗൊറില്ല വാർഫെയറിനെ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും, അത് 2 തരത്തിലുള്ള അമ്പും വില്ലും അവിടെ പ്രദർശനം വെച്ചിട്ടുണ്ട്. മൊട്ടയമ്പും കത്തിയമ്പുമാണ്. പിന്നെ ആ കാലഘട്ടത്തിലെ തന്നെ കുന്തമുണ്ട്, ചെറിയ കത്തികളും ഉണ്ട്. ഇതാണ് പഴശ്ശി ഗാലറിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പഴശ്ശിരാജയുടെ കുറിച്യപ്പടയുടെ പടത്തലവനായിരുന്നു തലക്കൽ ചന്തു അഥവാ തലക്കര ചന്തു. വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷ് പട്ടാളവുമായുള്ള ഒളിപ്പോരുകളുടെ നേതൃത്വം ചന്തുവിനായിരുന്നു. തലക്കൽ ചന്തു പങ്കെടുത്ത ഏറ്റവും അറിയപ്പെടുന്ന പോരാട്ടം പനമരം യുദ്ധമാണ്. ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട 1802 100-ൽ പരം കുറിച്യ പോരാളികളുമായി തലക്കൽ ചന്തുവിന്റെയും എടച്ചന കുങ്കന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം വളഞ്ഞു. കുറിച്യ സൈന്യം കോട്ട കീഴടക്കി. പോരാട്ടത്തിൽ ധാരാളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. 3 വർഷത്തിന് ശേഷം 1805 നവംബർ 15 ചന്തു ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ പനമരത്തെ കോളിമര ചുവട്ടിൽ വെച്ച് ഗളച്ഛേദം ചെയ്തു. ആ ധീരദേശാഭിമാനിയുടെ വീരമൃത്യുവിന് സാക്ഷിയായ കോളിമരം തലക്കൽ ചന്തു സ്മാരകത്തിന് സമീപത്തായി ഇന്നുമുണ്ട്. തലക്കൽ ചന്തു ഏറ്റവും ശ്രദ്ധേയനായ ഒരുപക്ഷെ പനമരം കോട്ട കീഴടക്കുന്നതിനുള്ള ആസൂത്രണം ചെയ്തത് ബ്രിട്ടീഷ് കൊടിയും അനേകം മേജർമാരും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു പനമരം കോട്ടയുടെ പിടുത്തം. ആ പനമരം കോട്ടയുടെ പിടുത്തത്തിൽ നിന്ന് ബോംബെ ആർമി ഞെട്ടിയത് നാം ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മദ്രാസ് സൈന്യം ഇതിൻ്റെ ചാർജ് ഏറ്റെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 2 നിലയിലും വളരെ പ്രധാനമായി എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ഈ ആദിവാസി സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് വീരപഴശ്ശി തമ്പുരാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 പടയാളികളുണ്ടായിരുന്നു. ഒന്ന് നായർ പടയാളികളായിരുന്നു, മറ്റൊന്ന് കുറിച്ച പടയാളികളായിരുന്നു. നായർ പടയാളികൾക്ക് വാളും പലിശയായിരുന്നു ആയുധങ്ങൾ. കുറിച്ചപ്പടയാളികൾക്ക് ആയുധം അമ്പും വില്ലുമായിരുന്നു ആയുധം. ഈ അമ്പും വില്ലും ഉപയോഗിച്ചായിരുന്നു കുറിച്ചപ്പടയാളികൾ ഈ വയനാടൻ കാടുകളിലും അതുപോലെ തന്നെ കൊട്ടിയൂർ, കർണവം, കേളകം എന്നീ പഞ്ചായത്തുകളിലെ വൻ കാടുകളിലും എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് അവിടെ യുദ്ധം ചെയ്തിരുന്നത്. പഴശ്ശിക്ക് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റാതെ വന്നു. അവിടെ ശത്രുക്കളായി വന്നപ്പം അദ്ദേഹം വയനാട്ടിലെ ഈ വനാന്തരങ്ങളിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അയാൾ സംരക്ഷിച്ച് വന്നത് കുറിച്ച പടയാളികളായിരുന്നു. അവർ ഈ വലിയ വൻ മരങ്ങളുടെ മുകളിൽ കയറി ഇരുന്നിട്ട് അമ്പും വില്ലും ഉപയോഗിച്ചായിരുന്നു ബ്രിട്ടീഷ് പടയാളികളെ അന്ന് തരണം ചെയ്തുകൊണ്ട് പഴശ്ശിയെ സംരക്ഷിച്ചു വന്നത്. അങ്ങനെ വയനാട്ടിൽ എത്തിയപ്പം വയനാടൻ കാടുകളിലെ പുൽപ്പള്ളി തുടങ്ങിയ കാടുകളിലെ മുഴുവനും പഴശ്ശിയെ സംരക്ഷിച്ചു വന്നു. പഴശ്ശി മാത്രമല്ല, പഴശ്ശിയുടെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കെട്ടിലമ്മയായ മാക്കം കെട്ടിലമ്മയും ഈ വയനാടൻ കാടുകളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ച് വന്നിരുന്നത് ഈ കുറിച്ചപ്പടയാളികളായിരുന്നു. ആ കുറിച്ചപ്പടയാളിയുടെ നേതാവായിരുന്നു തലക്കര ചന്തു.
അദ്ദേഹത്തിൻ്റെ ഒരു വീടായിരുന്നു ഇത്. ഒറിജിനൽ വീട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കാർക്കോട് എന്ന സ്ഥലത്താണ്. കാർക്കോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ തറവാട്. ഇത് അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായി വീടുന്ന കുടുംബക്കാരുടെ വീടാണ്. ഇത് ഇവിടെ വാർമൽ എന്നാണ് ഈ തറവാടിൻ്റെ വീടിൻ്റെ പേര്. ഇവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പനവരം പഞ്ചായത്തിലും അതുപോലെ തന്നെ പുൽപ്പള്ളി ഏരിയയിൽ മുഴുവനുമുള്ള ഈ പഴശ്ശിയെ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് വന്നിരുന്നത്. രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ അമ്പും വില്ലും മറ്റുള്ള ആയുധങ്ങളും എല്ലാം എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് പടയാളികൾക്ക് അദ്ദേഹത്തെ പിടിക്കാനുള്ളതായ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അന്ന് സ്വാതന്ത്ര്യ സമരമൊന്നല്ല, പോരാ, രാജാവിനെ സഹായിക്കാന്നുള്ളൊരു ലക്ഷ്യം, സായിപ്പന്മാരെ ഇവിടുന്ന് ഓടിക്കാനുള്ള ലക്ഷ്യം. അപ്പം അതിൽപ്പെട്ട ഒരു വീടും കൂടിയാണ് ഇത്, വാർമൽ വീട്. ആ വീട് ഈ മൂത്തച്ഛൻ്റെ ചന്തുവിൻ്റെ മരുമക്കളെ വീടാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് പഴശ്ശി സമരങ്ങൾ ബ്രിട്ടീഷുകാരും പനവരം കോട്ട തകർക്കാനുള്ള എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സേനാനിയായിരിക്കുന്ന ചന്തു അവസാനം പിടിക്കപ്പെട്ടു. 2 ഭാര്യമാരിൽ നിന്ന് ഒരു ഭാര്യയെ ഒറ്റിക്കൊടുത്തപ്പോൾ അയാളെ കൊന്നു പനവരത്ത് നിന്ന്. അപ്പോൾ വെട്ടിയപ്പം മുറിഞ്ഞില്ല. മുറിയാത്ത വന്നപ്പം സായിപ്പ് മരുന്നാ മുറിയാത്തെന്ന് പരിശോധിച്ചപ്പോൾ 4 ഉറുക്കുണ്ടായിരുന്നു, തുടയേൻ്റെ മുകളിലും 2 കൈക്കും. അത് കീറിയെടുത്തപ്പം വെട്ടിയപ്പം മുറിഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ധീര ദേശാഭിമാനികളായ കേരളവർമ്മ പഴശ്ശി തമ്പുരാൻ, തലക്കര ചന്തു, എടച്ചന കുങ്കൻ എന്നിവർ പനമരം കോട്ട കേന്ദ്രമാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാരെ പടപൊരുതിയത്. അന്ന് ബ്രിട്ടീഷുകാർ ഈ വയനാട് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പനമരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നികുതിക്ക് വേണ്ടി ഇവിടുത്തെ പ്രജകളെ അടിച്ചേൽപ്പിച്ച് നെല്ല് മുതലായ സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയ അവസരത്തിൽ തലക്കൽ ചന്തുവും എടച്ചന കുങ്കൻ്റെ നേതൃത്വത്തിൽ അന്ന് നികുതി പിരിക്കാൻ വന്ന ശിപായിമാരെ വകവരുത്തുകയാണ് ചെയ്തത്. അതിൽ അവർ ക്ഷുഭിതരായിട്ടാണ് 1805 ഒക്ടോബറിൽ ഈ ഇവിടുത്തെ കലാപത്തിൽ തലക്കൽ ചന്തുവിൻ്റെയും പഴശ്ശിയുടെയും എടച്ചന കുങ്കൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട വളയുകയും ബ്രിട്ടീഷ് പട്ടാളത്തെ വകവരുത്തുകയും അതിലുള്ള വെടിക്കോപ്പ് പല സാധനങ്ങളും അവർ ശേഖരിച്ച് അങ്ങനെ ചെയ്തത്. അങ്ങനെ അതിൽ ബ്രിട്ടീഷുകാർ ഇവരോടുള്ള പക തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് തലക്കൽ ചന്തുവിനെ പുൽപ്പള്ളി ഭാഗത്ത് നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ പനമരത്ത് വെച്ച് പരസ്യമായിട്ട് ഈ കോളിമരച്ചൂട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തല ഗളച്ഛേദം ചെയ്തത്. ഇതാണ് ഇതിൽ നടന്ന സംഗതികൾ. ഇതിൽ ഈ ചരിത്രം ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 50 വർഷം തികയുന്ന 1997 തലക്കൽ ചന്തു മരണപ്പെട്ട അല്ലെങ്കിൽ ഗളച്ഛേദം ചെയ്യപ്പെട്ട ഈ കോളിമര ചുവട്ടിൽ ദീപശിഖ ഉയർത്തിയും കൊണ്ട് നിരന്തരമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പനമരം ഗ്രാമപഞ്ചായത്ത് ഈ കോളിമരത്തിന് ഒരു സംരക്ഷണ ഭിത്തി കിട്ടിയത്. തുടർന്ന് ഇവിടുത്തെ വനവാസികളായിട്ടുള്ള കുറിച്യ വിഭാഗം അവരുടെ ഒരു സമ്മേളനം നടന്ന അവസരത്തിൽ അന്നത്തെ പാർലമെൻറ്റ് മെമ്പറായിട്ടുള്ള ഷാനവാസ് അവരോട് പറഞ്ഞു, ഈ സ്മാരകത്തിന് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് 10-12 ലക്ഷം നീക്കി ഇന്ന് ഈ കാണുന്ന തരത്തിൽ ഈ കോളിമരച്ചൂടിൻ്റെ പഞ്ചായത്ത് കെട്ടിയതിൻ്റെ മുകളിൽ ഈ രീതിയിലൊക്കെ കെട്ടി ഒരു മ്യൂസിയം ഉണ്ടാക്കി. പഴശ്ശിയുടെ മറ്റൊരു പടനായകനായിരുന്ന എടച്ചന കുങ്കനും ഈ പോരാട്ടങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചു. പനമരം യുദ്ധത്തിൽ തലക്കൽ ചന്തുവിനോടൊപ്പം ശക്തമായ പോരാട്ടം നടത്തിയ ഇദ്ദേഹവും ബ്രിട്ടീഷുകാരുടെ മുഖ്യ ശത്രുക്കളിൽ ഇടം പിടിച്ചു. വയനാട്ടിലെ ഈ നായർ പ്രമുഖന്റെ സ്വാധീനത്തിലാണ് വയനാടൻ ജനത ഒന്നടങ്കം പഴശ്ശിക്കൊപ്പം യുദ്ധത്തിൽ അണിചേർന്നത്.
എന്നാൽ പഴശ്ശിരാജാവിന്റെ വീരമൃത്യുവിന് ശേഷം ശക്തി ക്ഷയിച്ച ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ 1805 പന്നിച്ചാൽ എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ഈ യോദ്ധാവ് വീരമൃത്യു വരിച്ചു. തമ്പുരാന്റെ സഹപ്രവർത്തകരായിട്ട് കുറിച്യരുടെയും പണിയരുടെയും ഇടയിൽ ധാരാളം പേരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നമുക്ക് പേരെടുത്ത് പറയാവുന്ന ഒരു വീര ദേശ അഭിമാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയും മറ്റുമായി എടച്ചേന കുങ്കൻ പഴശ്ശി തമ്പുരാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ ദേശാഭിമാന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും നാട്ടുകാരുടെ നേതാവായി നിൽക്കുകയും എല്ലാം ചെയ്തു. എടത്തന കുങ്കൻ എന്ന കുറിച്യ യോദ്ധാവും പഴശ്ശി യുദ്ധങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചതായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ തറവാടായ എടത്തന ഇന്നും മാനന്തവാടിയിലുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഗർല യുദ്ധം പോലെ പിന്നെ മലയമയിലെ പിന്നെ ചുരത്തിൽ താമരശ്ശേരി ചുരം പേര് ചുരത്തിലാണ് മെയിനായിട്ട് അവർ ആക്രമണം നടത്തിയിരുന്നത്. അവർ ഒളിപ്പോരാണ് നടത്തിയത്. വനത്തിൽ നിന്ന് ഒളിപ്പോര്, അതെന്ന് വെച്ചാൽ അമ്പും വില്ലും അസ്ത്രം. ഈ അസ്ത്രം എന്ന് പറയുന്നത് വില്ലും അമ്പ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാം. അതിന് ശബ്ദമില്ല. വരുന്നത് എവിടെ നിന്നാണെന്നുള്ളത് ലക്ഷ്യം ആർക്കും കിട്ടില്ല. നമ്മളെ ശരീരത്തിൽ കൊള്ളുമ്പോൾ എവിടെ നിന്ന് വന്ന് എന്താണെന്നറിയില്ല. അങ്ങനെയാണ് യുദ്ധം നടന്നത്. അങ്ങനെ യുദ്ധം നടന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ തലക്കൽ ചന്തുവിനെ പനമര മാവുലാന്ത ഓടിൽ വെച്ച് പ്ലാവിനോടിൽ തലവെട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നീട് പഴശ്ശിരാജാവിനെയും കുങ്കനെയും കിട്ടാം. അങ്ങനെ പഴശ്ശിരാജാവിനെ പിടിക്കപ്പെട്ടു. അപ്പോഴേ പഴശ്ശിരാജാവ് അയാൾ വെട്ടിക്കൊന്നല്ല, അയാൾ സ്വന്തം വൈരക്കല്ല് മോതിരം വിഴുങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ മാനന്തവാടി കൊടുക്കുന്നത്. പിന്നെ കിട്ടാത്തത് കുങ്കനെയാണ്. കുങ്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാമർഥ്യവും പെട്ടെന്നൊരു അപ്രത്യക്ഷമാവേണ്ട ഇതൊക്കെ ഉണ്ട്. മന്ത്രശക്തിയും ശാരീരികമായിട്ടും ഒരു പ്രത്യേക സിദ്ധിയുള്ള ആളാണ്. അങ്ങനെ ഇദ്ദേഹത്തെ തേടി അപ്പം ബ്രിട്ടീഷ് പട്ടാളം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്ത് വിട്ടു പട്ടാളക്കാരെടുത്ത്. ഈ ഫോട്ടോ ഇയാളെ കണ്ടാൽ ഉടനെ തലവെട്ടാനാണ് ഓർഡർ അന്ന് ബ്രിട്ടീഷുകാർ. അങ്ങനെ അവർ തിരഞ്ഞു വന്നു. അന്നേരം ഇവിടെ ഏട്ടനേ ഉള്ളൂ, ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയേ ഉള്ളൂ തറവാട്ടിൽ. അന്ന് എന്ന് പറഞ്ഞാൽ 10-15 ഏക്കർ മുത്താറി കൃഷിയാണ്. മുത്താറി, ചാമ, ചോളം, തേന ഇങ്ങനെയുള്ള കൃഷിയാണ്. അപ്പോൾ ഇയാൾ കൃഷി അന്ന് പണ്ട് കാട്ടുമൃഗങ്ങൾ ഭയങ്കര ശല്യമുള്ള ആൾ, വീടൊന്നുമില്ല, ഇതേ ഉള്ളൂ. അപ്പോൾ കുറച്ചപ്പുറം മാറിയിട്ട് ഒരു പിന്നെ മലയിലാണ് മുത്താറി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു, ആളെവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പറമ്പിൽ പോയിട്ടുണ്ട്. പറമ്പ് എന്നാ പറയാം, മുത്താറി പറമ്പ്. അങ്ങനെ പറമ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ 2 പട്ടികളും കൂടെ ഉണ്ടാവും എപ്പോഴും. ആ പട്ടിയാണ് അതിൽ കാണുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ഈ ഫോട്ടോ കൊണ്ടുപോയി അവിടെ ചെന്ന് മുത്താറി പറമ്പിൽ വെച്ച് ഈ കേളപ്പൻ മുനിയാണ് ബ്രിട്ടീഷ് പട്ടാളം തലവെട്ടുന്നത്, കുങ്കനെയല്ല. ഈ കേളപ്പൻ മുനിയുടെ തലയാണ് ബ്രിട്ടീഷ് പട്ടാളം വെട്ടുന്നത്. ആ തല ഛേദിച്ച് അവർ തലയും കൊണ്ട് പോയി. ഈ തടി ഇവിടെ കിടന്ന് പിടയ്ക്കായിരുന്നു. അപ്പം പറമ്പിലാണ്, ആളില്ല. അങ്ങനെ സന്ധ്യ ആയപ്പം ഒരു പട്ടി ഇങ്ങോട്ട് വന്നു. പട്ടി വന്നിട്ട് ഇവിടെ വന്ന് കരഞ്ഞ് പറഞ്ഞു. അല്ല അപ്പം അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഈ തള്ള പോയി, പട്ടി മുമ്പ് പോയി, അമ്മ പുറകെ പോയി. അങ്ങനെ ചെന്ന് നോക്കുമ്പം അവിടെ പിടയ്ക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ തോട്ടിൽ പോയി തോർത്ത മുക്കി വെള്ളം തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ജീവൻ പോയത്. അങ്ങനെയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം കുങ്കനെ പിടിക്കാൻ കിട്ടിയില്ല. അപ്പം ഈ തല കൊണ്ടായി ബ്രിട്ടീഷുകാരെടുത്ത് പോകുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇത് കുങ്കൻ്റെ തലയല്ല, ഇത് കേളപ്പൻ്റെ തലയാണ്. ആളെ മാറി വെട്ടിയാണ്. ജ്യേഷ്ഠൻ ഇദ്ദേഹത്തെ പിരിയും തിരക്കി. ഇദ്ദേഹത്തെ തിരക്കി എവിടെ വെച്ച് പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇനി അയാളെ കൊല്ലാൻ പാടില്ല, ഇനി എന്താ അയാൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും അയാളെ തുറുങ്കിലടക്കാന്ന് പറഞ്ഞു. വലിയൊരു പെട്ടി ആശാരി വിളിച്ച് വലിയൊരു പത്തായം പൂട്ടി, അതിൽ പ്രത്യേക വാതിലൊക്കെ പൂട്ടി അദ്ദേഹത്തിനെ ഇതിൽ അടച്ചു. ഇതിലടച്ചിട്ട് കുറേ കാലത്തേക്ക് കുറച്ച് പഴവും അവലും എന്തൊക്കെ വെച്ച് ഇത് പൂട്ടി, തുറക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അയാളെ കടലിലൊഴുക്കിയെന്ന് പറയുന്നു. അങ്ങനെ കടലിലൊഴുകി അയാൾ വർഷങ്ങളോളം ഈ കടലിൽ ഇങ്ങനെ പോവാണ്. ബോട്ട് പോകുമ്പോൾ ഇങ്ങനെ പോവാം. അങ്ങനെ പോയി ചെന്ന് കടലിനടുത്ത് കരയ്ക്ക് അടുത്തപ്പോഴും അവിടുത്തെ മുക്കുവന്മാർ കണ്ടു പെട്ടി. ഇതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവരടിച്ച് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ജടയായിട്ട്
താടിയൊക്കെ ആയിട്ട് അവശനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അയാൾ പൊട്ടിച്ചെടുത്തു. അയാളോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരോട് ഇന്ന പോലെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടുന്ന് അവർ വേണ്ട സഹായം എല്ലാം കൊടുത്ത് മുക്കോന്മാർ അവർ വിട്ടു. അങ്ങനെ നടന്ന് അവിടുന്ന് നടന്ന് ഇവിടെ മാസങ്ങളാളായി ഇവിടെ എത്തി. ഇവിടെ ചേട്ടനുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ചേട്ടൻ, അവർ 4 പേരേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ അന്ന് പറഞ്ഞാൽ ഈ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഭയങ്കര. ഒരു പുറത്ത് പോയാൽ വെള്ളം കുടിക്കില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ജാതിക്ക് പുറത്ത് പോകുമെന്ന് പറയും. പിന്നെ അയാളെ കൂട്ടിയെടുക്കില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നീ ഇത്രയും വർഷമായി 7 വർഷമായി പോയിട്ട് ഇനി നിന്നെ ഇവിടെ സ്വീകരിക്കില്ല, നീ വന്ന വഴിക്ക് പോയിക്കോളെന്ന് പറയും. അങ്ങനെ ഇയാൾ ഇവിടുന്ന് ഭയങ്കര വിഷമത്തോടെ കരഞ്ഞ് പറഞ്ഞ് ഇയാളെ ഭാര്യ വീട് കോറത്ത്, പിന്നെ മട്ടലത്തെ സ്ത്രീയാണ് ഇയാൾ വിവാഹം കഴിച്ചത്. കുട്ടികളില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഭാര്യ വീട്ടിൽ പോയാൽ അവിടെയെങ്കിലും എനിക്ക് രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് ഇദ്ദേഹം ഭാര്യ വീട്ടിൽ ചെന്നു. കോറത്താണ് മട്ടലം. അവിടെ ചെല്ലുമ്പോൾ അവർ നാട്ടിപ്പണി ഞാറ് പറിക്കുക. അതായത് ഭാര്യയൊക്കെ ഉണ്ട്, ഞാറ് പറിക്കുക. ഭാര്യയ്ക്ക് ആളൊക്കെ മനസ്സിലായി ഇവിടെയൊക്കെ. അപ്പോൾ ഭാര്യയോട് അളിയനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാനെന്താ ചെയ്യേണ്ടത്. അവിടുന്ന് അതേപോലെ തന്നെ പറഞ്ഞു, നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ ജാതിക്ക് പുറത്തു പോയതാണ്, പല്ലവരെ ചോയം കുഴി 7 വർഷമായി, ഇനിയിപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല, ഇവിടുന്ന് പോയിക്കൊള്ളുന്നു പറഞ്ഞു. അങ്ങനെ അയാൾ അവിടുന്ന് ഭയങ്കര വിഷമത്തോടെ ഇറങ്ങി. അവിടെ ഒരു പിന്നെ ജമ്മീൻ്റെ വീടുണ്ട്. അതാണ് ഈ പറഞ്ഞ പിന്നെ എടച്ചല നായരൊരു വലിയ തറവാടുണ്ട് അവിടെ വലിയ. അങ്ങനെ അവിടെ ചെന്ന് കയറി ഇയാൾ. അവിടെ ചെന്ന് അഭയൊക്കെ പ്രാപിച്ചു. അഭയം പറഞ്ഞു ഇന്ന് ആയിക്കോട്ടെ, ഇവിടെ ഇരുന്നോ, ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തോ. അങ്ങനെ പറഞ്ഞാൽ അവിടെ വലിയൊരു മീൻ വളർത്തുന്ന ഒരു കുളമുണ്ടെന്ന് പറഞ്ഞു. ആ മീൻ കുളത്തിൽ കാവലിരിക്കുക, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം, പണിയെടുപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തെ അവിടെ ആക്കി. അങ്ങനെ കുറച്ചു കാലം ആകുമ്പോൾ ഇയാൾക്ക് തോന്നി, ഞാനിവിടെ നിൽക്കുന്നത് ശരിയില്ല, ഞാൻ ഇത്രയും വലിയ ആളായിട്ട് ഇത്രയും അടിമ പണിയെടുക്കുന്നത് ശരിയില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഇയാൾ സ്വന്തം വാളിന് വെട്ടിമരിക്കുകയാണ്. ഈ സമരത്തിൽ ജന്മിയായ എടച്ചേനക്കുക്കനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭുത്വത്തിൻ്റെ കീഴിലുള്ള എടച്ചേന കുങ്കൻ എന്ന ആദിവാസിയും വളരെ ശ്രദ്ധേയമായിട്ട് യുദ്ധം വെട്ടിയതായിട്ട് രേഖകൾ വ്യക്തമാക്കുന്നു. വയനാടിൻ്റെ ഗ്രാമങ്ങൾ, ഓരോ ഗ്രാമത്തിലും പഴശ്ശിയുടെ സമരങ്ങൾ തുടർന്നു വന്നു. ആ പഴശ്ശിയുടെ സമരങ്ങളിൽ പങ്കെടുത്ത പ്രധാനികളെല്ലാം തന്നെ ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരുമായിരുന്നു. ഗോത്രവർഗ്ഗക്കാർ തങ്ങളുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ, തങ്ങളുടെ വിഭവങ്ങളിൽ നികുതി ചുമത്തപ്പെടുമ്പോൾ, തങ്ങൾ ഉപയോഗിക്കുന്ന മണ്ണിന് നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ അവരെല്ലാം തന്നെ ആയുധമെടുത്ത് പടപൊരുതി. ആ പടപൊരുതലിന് സമാനമായി ഇന്ത്യയിൽ മറ്റൊരു ദിക്കിലും 12 കൊല്ലം സമരം നടന്നിരുന്നില്ല. 1857 പോലും വെറും 2 കൊല്ലത്തിനുള്ളിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ ഇത് 12 കൊല്ലം നിൽക്കുകയാണ്. വില്യം ലോഗൻ ഒരിടത്ത് പ്രത്യേകം രേഖപ്പെടുത്തിയ കാര്യം ഇതാണ്. ലണ്ടനിലും കൽക്കത്തയിലും അല്ലെങ്കിൽ ഡൽഹിയിലും എല്ലാമുള്ള രേഖകൾ ഈ സമരത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റി നിങ്ങളെ ബോധവാന്മാരാക്കും എന്ന് പറയുന്നു. അത് പറയുമ്പോൾ നമുക്കറിയാം, ഈ രേഖകൾ മുഴുവൻ പഴശ്ശി സമരങ്ങളുടെ തീക്ഷ്ണതയെ വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. ആയിരവീട്ടിൽ ചാക്കു, എടച്ചന ഒതേനൻ, എടച്ചന കുങ്കൻ, എടച്ചന കോമപ്പൻ, എളമ്പിലാർ കുഞ്ഞൻ, കണ്ണു, കരിങ്ങാലി കണ്ണൻ, കല്യാട്ട് കുഞ്ഞമ്മൻ, കാരങ്കോട്ടെ കൈതേരി ചെറിയാമ്പു, കുഞ്ഞുമൊയ്തീൻ മൂപ്പൻ, കൈതേരി അമ്പു, കൈതേരി എമ്മൻ, കൈതേരി കമാരൻ, കൈതേരി കുങ്കു, കോട്ടയാടൻ രാമൻ, കൊയിലേരി ചേരൻ, ഗോവിന്ദ പൊതുവാൾ, ചുഴലി നമ്പ്യാർ, ചെങ്ങോട്ടരി ചന്തു, ചെങ്ങോട്ടരി കേളപ്പൻ, തരുവണ ചാപ്പൻ നായർ, തലയ്ക്കൽ ചന്തു, തൊണ്ടറ ചാത്തു, തൊണ്ടൂർ കേളപ്പൻ നമ്പ്യാർ, പട്ടത്തോട് ചേരൻ നമ്പ്യാർ, പനിച്ചാടൻ കണ്ണൻ നായർ, പഴയിടത്ത് കുഞ്ഞഹമ്മദ്, പാലുറ എമ്മൻ, പുളിയൻ കണാരൻ, പുളിയൻ ചന്തു, പെരുവയിൽ നമ്പ്യാർ, മല്ലിശ്ശേരി കോവിലകത്ത് തമ്പുരാൻ, മാളിയേക്കൽ താഴത്ത് തമ്പുരാൻ, മേലോടൻ കുഞ്ഞുകുട്ടി, വാഴോത്ത് ഉണ്ണിക്കിടാവ്, വിളയാട്ടരി രാമൻ നായർ, ശേഖരവാര്യർ തുടങ്ങിയ പേരുകൾ പഴശ്ശിരാജാവിൻ്റെ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഭരണാധികാരികളും സമരകാരികളുമായി ധാരാളം പേര് ഈ രേഖകളിൽ പ്രത്യക്ഷപ്പെടുക. ഇതൊരു ബഹുവർണ്ണ ചിത്രം പോലെ, ചലച്ചിത്രം പോലെയാണ് നമുക്ക് ഈ രേഖകൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതിനകത്തേക്ക് രാജാക്കന്മാർ, ഇപ്പോൾ പഴശ്ശിരാജാവിനോടൊപ്പം തന്നെ
കുറുപ്പനാട്ട് വീരവർമ്മ രാജാവ്, ചിറക്കൽ രാജാവ്, കടത്തനാട്ട് രാജാവ്, ഇരുവൈനാട് നമ്പ്യാന്മാര്, ഇങ്ങനെയുള്ള ഒരു വിഭാഗം. അതേസമയം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലശ്ശേരിയിലെ സൂപ്രണ്ട്, അതിൽ ജെയിംസ് എഡ്വിൻ വരുന്നുണ്ട്, ക്രിസ്റ്റഫർ പെലെ വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഉപപാദനങ്ങൾ വരും. ഇതോടൊപ്പം തന്നെ സമരകാരികളായ ധാരാളം പേര്, പ്രത്യേകിച്ചും പള്ളൂറമ്മനെ കുറിച്ച്. പള്ളൂറമ്മൻ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടു പോയ ആളാണ്. ഈ രേഖകളിലൂടെയാണ് പള്ളൂറമ്മനെ നമ്മൾ ചരിത്രത്തിൽ വീണ്ടെടുത്ത് വയ്ക്കുന്നത്. പള്ളൂറമ്മൻ മാഹിയിൽ നിന്ന് വന്ന് തൊടിക്കളത്ത് വെച്ച് പഴശ്ശിയോട് ചേരുന്നയാളാണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഈ രേഖകളിൽ ഒരു 10-30 രേഖകളിലായിട്ട് പരാമർശമുണ്ട്. എന്നാൽ പള്ളൂറമ്മനും ഇതുപോലെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധമുണ്ട്. അപ്പൊ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ കലാപകാരികളുടെ ലിസ്റ്റിൽ കലാപകാരികളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇത്ര പഗോഡ സമ്മാനമായി കൊടുക്കുമെന്ന് പറയുന്ന ലിസ്റ്റിൽ പള്ളൂറമ്മനെ കാണുന്നില്ല. മാത്രമല്ല പലരെയും തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. പക്ഷേ പള്ളൂറമ്മനെ അങ്ങനെ തൂക്കിലേറ്റുന്നില്ല. പള്ളൂറമ്മനെ നാട് കടത്തി എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക്, ഓസ്ട്രേലിയയിലെ പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് നാട് കടത്തി എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. ഈ നാട് കടത്തിയെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ ജയിൽ റെക്കോർഡ്സിൽ കാണേണ്ടതാണ്. പക്ഷെ അവിടുത്തെ ജയിൽ റെക്കോർഡ്സ് വെരിഫൈ ചെയ്ത് പള്ളൂറമ്മൻ എന്ന് പറയുന്ന ആള് പ്രിൻസ് ഓഫ് വെയിൽസിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാകുകയാണ് വേണ്ടത്. അതിനപ്പുറം സംഭവിക്കാനിടയുള്ളത് ഒരു പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ കടലിൽ തള്ളിയിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷുകാർക്ക് പള്ളൂറമ്മനോടുണ്ടായിരുന്ന താല്പര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ സേവ് ചെയ്തിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയോ, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. വേറെ അനേകം പേര് ഞാൻ പറയുന്നത് പോലെ എടച്ചേര കൂങ്കൻ, എടച്ചേര ഒതേരൻ, ഇങ്ങനെയുള്ള സമരകാരികൾ ഒരു പക്ഷം ഇതിലൊന്നും പെടാതെ നിശബ്ദരായി വെറും സമുദായത്തിന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ആളുകൾ. കുറിച്യരെ കുറിച്ചുള്ള പരാമർശം 7 രേഖകളിൽ 7 സന്ദർഭങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇത്രയും ബൃഹത്തായ രേഖാശേഖരത്തിൽ കുറിച്യരെ കുറിച്ചുള്ള പരാമർശം 7 രേഖകളിൽ പരാമർശങ്ങളായി മാത്രമേ ഉള്ളൂ. കുറുബരെ കുറിച്ച് അതിലും കുറവാണ്. അപ്പൊ ഇത്തരം ചില സമൂഹങ്ങൾ രേഖപ്പെടുത്തലിന് പുറത്തുപോയത് ഒരുപക്ഷെ അവർക്ക് ഇവിടെ ഇല്ലാത്ത രാഷ്ട്രീയമായ സാമ്പത്തികമായ അധികാരം ഇല്ലാത്ത, അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ആയിരുന്നിരിക്കാം. അപ്പം 100 കണക്കിന് ആളുകൾ ചരിത്രത്തെ ഭരണാധികാരികളായും കലാപകാരികളായും അല്ലെങ്കിൽ മറ്റ് ഭരണത്തിന്റെയോ മറ്റോ ഓരം ചേരാതെ നിൽക്കുന്ന, എന്നാൽ സമരകാരികളായി നിൽക്കുന്ന, ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരായി പോയ ആളുകളെ കുറിച്ചുള്ള സൂചനകളും ഒക്കെ അടങ്ങുന്ന ഒരു ബൃഹത് ശേഖരമാണ് തലശ്ശേരി രേഖകൾ. വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ശ്രദ്ധേയമായ മറ്റൊരേടാണ് കുറിച്യ കലാപം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം കുറുമരോടും കുറിച്യരോടുമുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം ക്രൂരമായിരുന്നു. അവരുടെ ചെറിയ ഭൂമികൾ പോലും പിടിച്ചെടുക്കുകയും വൻതോതിൽ നികുതി ഈടാക്കുകയും ചെയ്തു. കുറുമ ഗോത്രയോദ്ധാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിൽ കുറിച്യരും കുറുമരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം തുടങ്ങി. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം തന്നെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു. 1812 ഏപ്രിൽ 30 കുടക് ബ്രിട്ടീഷ് പോസ്റ്റിന് നേരെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ യോദ്ധാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. ഇരുവിഭാഗത്തിനും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പ്ലാക്ക ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, വെങ്കലോട്ടു കേളു, ഊരിക്കവിട്ടിൽ കണേരി കുഞ്ഞൻ, മാമ്പിലാത്തോടൻ യാമു എന്നിവരും ഈ പോരാട്ടത്തിൽ കാര്യമായ പങ്കുവഹിച്ചു. ഞങ്ങൾ മുള്ളക്കുറുമ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ പ്രധാനമായ തൊഴിൽ എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയും ഹണ്ടിങ്ങുമാണ്. പിന്നെ ഞങ്ങൾ 4 ഗോത്രങ്ങളുണ്ട്. ഈ 4 ഗോത്രങ്ങളും ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമാവുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. പിന്നെ പണിയെടുക്കുന്ന നായ്ക്കന്മാർ കന്നുമേലേക്കുന്ന ഊരാളിമാർ ആയുധം ഉണ്ടാക്കുക, പിന്നെ അമ്പും മില്ലുണ്ടാക്കുന്ന എല്ലാ ആയുധം ഉണ്ടാക്കുന്നൊക്കെ അവരാണ്. പിന്നെ അതുപോലെ അന്ന് കോശന്മാരൊന്നും ഇവിടെ ഇല്ല, അന്ന് കല ഉണ്ടാക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ശരിക്കും പറഞ്ഞാൽ സ്വയം പര്യാപ്തി നേടിയ ഒരു ജനതയായിരുന്നു. 18 കോട്ട ഉണ്ടതാണ്. കുറുമ്പാല കോട്ട മുതലേ ഇവിടെ തമിഴ്നാട് വേടംകോട്ട വരെ. അതിന് പ്രകൃതി തന്നെ കബനി നദി 18 ചിഴിയായിട്ട് ഒഴുകുന്നുണ്ട്. കാരണം ഒരു ചിഴിയിൽ ഒരാൾക്ക്, ഒരു കോട്ടക്കാർക്ക് പോകാൻ പാടുള്ളൂ.
ഇന്ന് നിലനിൽക്കുന്ന ഒരു കോട്ട പാക്കം കോട്ട മാത്രമേ ഉള്ളൂ. കാരണം ഇതേ വില്ല് തന്നെയാണ് നമ്മൾ പണ്ട് കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ എന്ത് കുഴപ്പം വന്നാലും ഞങ്ങൾ യുദ്ധത്തിനല്ലാതെ വേറൊരാളെ 50 കൊല്ലി അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം ഇത് നായകനും യുദ്ധത്തിന് അന്ന് നോമിച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പഠിച്ച ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിന് ഇത് തന്നെ എടുക്കും. പിന്നെ ഇതിന് വേറെ വിദ്യ ഉണ്ട്, കെണിയമ്പ് വയ്ക്കും. കാരണം വില്ല് ആൾ വേണ്ട ആവശ്യമില്ല, അവിടെ തരിക്കും. ഇവിടെ കെണിയമ്പറ്റെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കെണിയമ്പ് വെച്ച സ്ഥലമാണ്. ഇത് ഊത്തുള്ളി എന്ന് പറയും. ഇത് ഇത്ര നീട്ടം ഉണ്ടാവില്ല, ഞങ്ങളെ ഓടൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. ഇത് പച്ചില വിഷം പറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ അമ്പിൽ പച്ചില വിഷം പറ്റും, എന്നിട്ട് മൃഗങ്ങളെ ബോധം കെടുത്താണ്. മാരകമായ വിഷം ഉപയോഗിക്കില്ല. കുടക് ബ്രിട്ടീഷ് പോസ്റ്റിനു നേരെ നടന്ന പോരാട്ടത്തിൽ കേണൽ ജെയിംസ് വെൽഷിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ വെടിയേറ്റ് രാമൻ നമ്പി വീരമൃത്യു വരിച്ചു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തി. വയനാട് ഒരു കാർഷിക ഗ്രാമമാണ്. ആ കാർഷിക ഗ്രാമങ്ങളിൽ അനേകം വിളകൾ പിന്നീട് യൂറോപ്യൻ കമ്പനികൾ നട്ടു വളർത്തി. ആ കമ്പനികളെല്ലാം തന്നെ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുക്കുകയും അവരുടെ മലയോരങ്ങളിലേക്ക് കടത്തുകയറുകയും ചെയ്തു. ഇതിനെതിരായി ഒരുപക്ഷെ വേലുത്തമ്പി ദളവ ഒരവസരം പറയുകയുണ്ടായി, അവർ നമ്മുടെ മണ്ണിനെ പിടിച്ചടക്കി. മുമ്പ് നമുക്ക് കഞ്ഞി ഉണ്ടായിരുന്നു, ഇപ്പോൾ കഞ്ഞി വെള്ളം പോലും ഇല്ല എന്ന് വേലുത്തമ്പി ദളവ സമകാലികനായ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനി പ്രകടിപ്പിച്ച ആശയം ഇവിടെ അനുസ്മരിച്ചു പോവുകയാണ്. 1805 പഴശ്ശിരാജാവ് മരിച്ചതോടുകൂടി ബ്രിട്ടീഷുകാരുടെ സമ്പൂർണമായ ആധിപത്യം മലബാർ മേഖലയിൽ ആകെ ഉണ്ടാവുകയും വയനാട് ഒരു ബ്രിട്ടീഷ് ഭരണപ്രദേശമായി മാറുകയും ചെയ്തു. ആ ഘട്ടത്തിൽ പഴശ്ശിരാജാവിൻ്റെയും ഫ്യൂഡൽ പ്രഭുക്കളുടെയും എല്ലാം തിരോധാനത്തിന് ശേഷം വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളായ കുറിച്യരും കുറുമരും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള, അവർ സ്വയം നടത്തിയ 1812 കലാപമാണ് വാസ്തവത്തിൽ ദക്ഷിണേന്ത്യയിലെ ഒരു തദ്ദേശീയ ജനത കൊളോണിയൽ ശക്തികൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ കലാപമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് ആദ്യ കാലത്ത്, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2-3 ദശകങ്ങളിലായി തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുള്ള കാർഷിക കലാപങ്ങളുടെ ഭാഗമായിരുന്നു 1812 വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ കുറിച്യ കലാപം എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ അതിൽ കുറുമരും അവർ രണ്ടുപേരും എന്താ വനവാസികളല്ല. വാസ്തവത്തിൽ അവർ പരിഷ്കൃതിയുടെ ഉയർന്ന പടവിലുള്ള കാർഷിക വൃത്തിയും കന്നുകാലി വളർത്തലും ഒക്കെയായി കഴിയുന്ന പരിഷ്കൃതിയുടെ മുൻപന്തിയിലുള്ള 2 ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമരും. വാസ്തവത്തിൽ ആ കുറിച്യരുടെയും കുറുമരുടെയും ഈ കലാപമാണ് വയനാട്ടിൽ മലബാറിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു വലിയ കാർഷിക കലാപം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 1805 ശേഷം 1812 കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന അതിശക്തമായ ഒരു പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അതിനെ കുറിച്യ ലഹള എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഗോത്രവിഭാഗമായിട്ടുള്ള കുറിച്യരും കുറുമരുമാണ് ഈ പോരാട്ടത്തിൽ മുന്നണി പോരാളികളായി വർത്തിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ രാമൻ നമ്പി എന്ന് പറയുന്ന കുറുമ പടത്തലവന്റെ നേതൃത്വത്തിലാണ് ഈ പോരാട്ടം നടന്നിട്ടുള്ളത്. അത് ബ്രിട്ടീഷുകാർ നേരിട്ട അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ രീതിയിൽ ദക്ഷിണേന്ത്യയിൽ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് 1770 മുതൽ 1820 വരെയും വയനാട്ടിനകത്ത് നടന്നിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും വയനാട്ടിൽ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. യാത്ര ഏറെ ദുർഘടമായിരുന്ന ആ കാലത്ത് മഹാത്മാഗാന്ധി വയനാട്ടിലെത്തി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. इस वक्त सुनाया वो कुछ देख की उन लोगों ने कहा कि कुरान बंद करो, लेकिन वो तो हो गया, अब क्या बंद करना था। लेकिन आप लोगों को और जो लोगों ने ये
आवाज किया उसको इतना मुझको कहना चाहिए क्या ये तो न मंदिर है न कुछ एक सभा हो। വയനാട് ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന മണിയംകോട് കൃഷ്ണഗൗഡർ ഗാന്ധിയൻ പാത പിന്തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. 1856 കൽപ്പറ്റയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. മിശ്രഭോജനം സംഘടിപ്പിക്കുന്നതിൽ കൃഷ്ണഗൗഡർ പ്രധാന പങ്കുവഹിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മഹാത്മജി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രക്കിടയിൽ വയനാട്ടിൽ വരികയുണ്ടായി. നമുക്കറിയാം 30കളിലും 40കളിലും ഒക്കെ വയനാട് എന്ന് പറയുന്നത് ഗതാഗത സൗകര്യമില്ലാത്ത വന പ്രദേശമായിരുന്നു. അക്കാലത്ത് ഇന്നും വയനാട്ടിലെ ഏറ്റവും വിദൂരമായിട്ടുള്ള തിരുനെല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് പോലും മഹാത്മജി വരികയുണ്ടായി. അപ്പോൾ ഈ ആദിവാസികളായിട്ടുള്ള ആളുകളെ കാണാനും അവരെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് ആകർഷിക്കാനും ഒക്കെ എന്ത് ചെയ്യാനാവുമെന്നതായിരുന്നു വയനാട്ടിൽ വന്നപ്പോൾ മഹാത്മജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആലോചനാ വിഷയം. അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സാക്ഷരത നേടിയ വളരെ കുറച്ച് ആളുകളെ വയനാട്ടിൽ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ശ്രീ MP വീരേന്ദ്രകുമാറിൻ്റെ വലിയച്ഛനായിട്ടുള്ള കൃഷ്ണഗൗഡർ. അദ്ദേഹത്തോടാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഈ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാലയങ്ങൾ ആരംഭിക്കണമെന്ന്. ഇന്നും 10-16ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദിവാസി കുട്ടികൾക്ക് മാത്രമായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൃഷ്ണഗൗഡരുടെ പിന്മുറക്കാർ വിജയപത്മൻ, മാതൃഭൂമിയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള MJ വിജയപത്മനാണ് അത് നടത്തുന്നത്. 16ഓളം സ്കൂളുകൾ ഉണ്ടെന്നാണ് എനിക്കറിയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മഹാത്മജിയുടെ വരവോടുകൂടിയാണ് വാസ്തവത്തിൽ വയനാട് ദേശീയ ബോധത്തിലേക്ക് ഉണരുക മാത്രമല്ല ആധുനികതയിലേക്കും വരാനുണ്ടായിട്ടുള്ള അതൊരു നിർണായക ഘട്ടമായിരുന്നു. MA ധർമ്മരാജ അയ്യർ വയനാട്ടിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. 1921 വയനാട്ടിൽ ആദ്യമായി നടന്ന രാഷ്ട്രീയ പൊതുയോഗം അദ്ദേഹത്തിന്റെ സംഘടനാ മികവിന്റെ ദൃഷ്ടാന്തമാണ്. സ്വാതന്ത്ര്യ സമരത്തിലും ഐത്തോച്ചാടനത്തിലും പന്തിഭോജനം, ഖദർ വസ്ത്രധാരണം, വിദ്യാഭ്യാസം, സഹകരണ മേഖല എന്നിവയിലെല്ലാം വയനാടൻ മണ്ണിനെ അടയാളപ്പെടുത്തിയവരിൽ മുൻപന്തിയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ദേശീയമായിട്ടുള്ള ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഗാന്ധിജിക്കും അതുപോലെയുള്ള നേതാക്കൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. ഗാന്ധിജിയെ തന്നെ ഗാന്ധിജി വയനാട്ടിൽ ഒരിക്കൽ സന്ദർശിക്കേണ്ടായി, കൽപ്പറ്റയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വയനാട്ടിൽ കൊണ്ടുവരാനായിട്ട് മുൻകൈ എടുത്തത് വയനാട്ടിൽ തന്നെ മടക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ധർമ്മരാജ അയ്യർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സഹായിയുമൊക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. പിന്നെ അദ്ദേഹം പാലക്കാട് നിന്നൊക്കെ പണ്ട് കാലത്ത് വയനാട്ടിൽ കുടിയേറിയിട്ടുള്ള ഒരു ബ്രാഹ്മിൻ ഫാമിലിയിൽപ്പെട്ട ആളാണ്. അപ്പം അദ്ദേഹം വയനാട്ടിലെ ഗാന്ധിജിയുടെ സന്ദർശനത്തിന് വളരെയധികം നേതൃത്വം നൽകുകയും ഗാന്ധിജിയെ വയനാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമായൊക്കെ പ്രാദേശികമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വയനാട്ടിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിക്ക് വലിയ സപ്പോർട്ട്, ഒരു പിന്തുണ വയനാട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 1928 പയ്യന്നൂരിൽ നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനമാണ് വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നാന്ദി കുറിച്ചത്. മഹാത്മാഗാന്ധിജിയുടെ വയനാട് സന്ദർശനത്തോടെ ഇത് ശക്തി പ്രാപിച്ചു. ഗാന്ധിജിയെ നേരിട്ട് കാണാനും പ്രസംഗം കേൾക്കാനും ഒട്ടേറെ പേർ കാൽനടയായി കൽപ്പറ്റയിലെത്തി. മഹാത്മജിയുടെ ഹരിജൻ ഫണ്ടിലേക്ക് വയനാട്ടുകാർ സ്വരൂപിച്ച സംഭാവന അദ്ദേഹം ഏറ്റുവാങ്ങി. സുബ്ബഗൗഡർ സംഭാവന ചെയ്ത ഭൂമിയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കർഷക പ്രസ്ഥാനത്തിന് ഗാന്ധിജി തുടക്കം കുറിക്കുകയും ചെയ്തു. മണിയങ്കോട് കൃഷ്ണഗൗഡർ, MA ധർമ്മരാജ അയ്യർ, മുണ്ടേരി സുന്ദര അയ്യർ, കല്ലങ്കോടൻ മൊയ്തീൻ ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വയനാട്ടുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവ പങ്കാളികളായി. ഐത്തോച്ചാടന പ്രസ്ഥാനം അവിടെ ശക്തി പ്രാപിച്ചു. 1940-41 സ്വാതന്ത്ര്യ സമര സത്യാഗ്രഹത്തിൽ വയനാട്ടുകാർ വ്യാപകമായി പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തു. അധിനിവേശത്തിനെതിരായ വയനാട്ടിലെ ധീരോദാത്തമായ പോരാട്ടങ്ങൾ വേറിട്ട് നിൽക്കുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 ശിപായി ലഹളയ്ക്കും വളരെ മുമ്പ് തന്നെ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്ന പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഒട്ടേറെ ധീരയോദ്ധാക്കൾ വീരമൃത്യു കൈവരിച്ച ഈ പോരാട്ടങ്ങളുടെ ആവേശോജ്വലമായ ചരിത്രം സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ്.